ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് മോഹിനിയാട്ടം. ഭരതനാട്യം എന്ന് പറഞ്ഞ മൂവിയുടെ രണ്ടാം പാർട്ടാണ് ഈ മൂവി. ഭരതനാട്യം ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ സായ്കുമാർ ചെയ്യുന്ന ഭരതനായർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് രണ്ട് ഫാമിലി ഉണ്ട്. ഈ രണ്ട് ഫാമിലിയും തമ്മിൽ കണ്ടുമുട്ടുമുണ്ടാകുന്ന രസകരമായ കാര്യങ്ങളും നല്ല ഹ്യൂമർ കോമഡീസ് ഒക്കെ ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണ്. എൻഡിലോട്ട് എത്തുമ്പോൾ അത്യാവശ്യം ഇമോഷണൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് ഭരതനാട്യം ഫസ്റ്റ് പാർട്ട്. ഭരതനായർ മരണപ്പെടുന്നതോടുകൂടിയാണ് ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യുന്നത്. അതിനുശേഷം സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഭരതനായറിന്റെ രണ്ട് ഫാമിലി ഒന്നിക്കുന്നു. അങ്ങനെ ഭരതനായറിന്റെ രണ്ടാം വൈഫിന്റെ നാട്ടിലേക്ക് എല്ലാവരും കൂടി വന്ന് അവരെ ഒന്നിച്ച് താമസിക്കുകയാണ്. അവർക്ക് വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ഫാമിലി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു സ്റ്റോറി ലൈൻ ആഡ് ചെയ്ത് കുറെ ട്വിസ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ രസകരമായിട്ടാണ് പിന്നെ സെക്കൻഡ് പാർട്ടിൽ മൂവി മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോമഡിയാണ്. അതായത് ഡാർക്ക് കോമഡീസ് ഒക്കെ ഇല്ലേ, കുറെ ചിരിക്കാനുണ്ട്. ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ടുള്ള കോമഡീസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ മൂവിയുടെ ഡയറക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് കൃഷ്ണദാസ് മുരളിയാണ്. റൈറ്റിംഗ് ചെയ്തിരിക്കുന്നതും കൃഷ്ണദാസ് തന്നെയാണ്. ആളുടെ ഒപ്പം തന്നെ വിഷ്ണു ആർ പ്രദീപും കൂടി ഉണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അടിപൊളി ഡാർക്ക് കോമഡി ആയിട്ട് ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യുക അവർ നല്ലപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം 2 വരുമ്പോൾ ഈ ഷൈജു ഗ്രൂപ്പിന്റെ ഫാമിലി മാത്രമല്ല, പുതിയ കുറെ ക്യാരക്ടേഴ്സിനേക്ക് ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് വരുന്നുണ്ട്. ആളുടെ കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. സുരാജ് വെഞ്ഞാർ വന്നിട്ടുള്ള ആ ഒരു ആളുടെ ക്യാരക്ടർ ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ശ്രീകുമാർ, വിനയ് ഫോർട്ട് ഒരു പോലീസുകാരനായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ബേബി ജീൻ ഉണ്ട്. ബേബി ജീന്റെ ഒരു സീനൊക്കെ വരുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ബേബി ജീൻ തന്നെയാണ് പാടിയിട്ടുള്ളത്. ആളുടെ മ്യൂസിക് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ടറും കൂടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല അത്യാവശ്യം നന്നായിട്ട് ആള് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സും പിന്നെ നമ്മുടെ ഷൈജു ഗ്രൂപ്പിന്റെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് ഇല്ലേ, ഭരതനാട്യം ഫസ്റ്റിലെ ക്യാരക്ടേഴ്സ്, ഇവരൊക്കെ കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു കോമഡി പെർഫോമൻസ് ആയിരുന്നു. സത്യം പറഞ്ഞത് ഒരു ക്രൈം ത്രില്ലർ മൂവിക്കുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ബട്ട് ആ ഒരു സ്റ്റോറി എടുത്തിട്ട് കോമഡി ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവര്. പിന്നെ എടുത്തു പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂട് ചെയ്യുന്ന ക്യാരക്ടർ ഒരു വെറുപ്പിക്കുന്ന ക്യാരക്ടറാണ് ഈ മൂവിയില്. ബട്ട് എന്നാലും ആളുടെ ഒരു പോർഷൻ ആള് പക്കയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ഓരോ എക്സ്പ്രഷൻസ് ആയാലും ആ ഒരു ഹ്യൂമറൊക്കെ ആയാലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത്. അതേപോലെ തന്നെ കലാരഞ്ജിനി, നമ്മുടെ സൈജു ഗ്രൂപ്പിന്റെ അമ്മയായിട്ട് ആക്ട് ചെയ്യുന്ന ആക്ട്രസ്, ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ സൗണ്ട് അറിയാം, കുറച്ച് അടഞ്ഞിട്ടുള്ള ശബ്ദമാണ്. അത് വെച്ചിട്ട് ആള് കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ തിയേറ്ററിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായി. സിനിമയുടെ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ മദ്യപാനം പുകവലി ആരോഗ്യത്തിന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കില്ലേ, ആ സംഭവം വന്നു. അപ്പോൾ അതിൽ വോയിസ് കൊടുത്തിരിക്കുന്നത് ഈ കലാരഞ്ജിനി എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ്. അത് ഭയങ്കര ആ സമയത്ത് തിയേറ്ററിൽ എല്ലാവരും ഇരുന്ന് ചിരിക്കായിരുന്നു. ആളുടെ ശബ്ദം അങ്ങനെയാണ്. ബട്ട് ആ ഒരു സംഭവം വന്നപ്പോൾ കൂടി എല്ലാവരും പെട്ടെന്ന് അറിയാണ്ടെന്ന് ചിരിച്ചുപോയി തിയേറ്ററിലെല്ലാവരും. ഇങ്ങനെ മദ്യപാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരനെ എഴുതി കാണിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കണത് ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നന്ദു പൊതുവാൾ ചെയ്ത ക്യാരക്ടർ ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആള് മിക്ക മൂവിയിലും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ള. ഈ മൂവിയിൽ അത്യാവശ്യം നന്നായിട്ട് ആളുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ സൈജു ഗ്രൂപ്പിന്റെ അളിയനായിട്ടാണ് ഇയാള് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സൈജു ഗ്രൂപ്പിന്റെ ഫാമിലിയുള്ള എല്ലാ ആക്ടേഴ്സും അവരൊക്കെ നന്നായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭരതനാട്യം ഫസ്റ്റ് പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ പുതിയ സ്റ്റോറി ലൈനും കുറച്ച് പുതിയ ആക്ടേഴ്സും ഒക്കെ ആഡ് ചെയ്തത് വളരെ നന്നായി. അതൊരു പുതിയൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ പറ്റി. അതേപോലെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടർ, ജഗദീഷ് ശ്രീകുമാർ, നമ്മുടെ വിനയ് ഫോർട്ട്, ബേബി ജീൻ, അങ്ങനെ പുതിയ ക്യാരക്ടേഴ്സ് ഒരു ഫസ്റ്റ് പാർട്ടിൽ ഇല്ല. അവരൊക്കെ പുതിയതായിട്ട് വന്നുകൊണ്ട് നമുക്ക് കുറച്ച് എന്റർടൈനിങ് ആയിട്ട് തോന്നി. അതേപോലെ ഈ അമ്പലത്തിന്റെ പുതിയൊരു സ്റ്റോറി, അമ്പലത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് ആ പഴയ ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു സൈജു ഗ്രൂപ്പിന്റെ ഫാമിലിയും കൂടി വന്നപ്പോൾ എല്ലാം കൂടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ കോമഡീസ് ആണ്, ഡാർക്ക് കോമഡീസ് ആണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് പോലെയല്ല, കുറെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസിന് മാത്രമല്ല, യങ് ഓഡിയൻസിന്, മൊത്തത്തിൽ വൈഡ് റേഞ്ച് ഓഡിയൻസിന് ക്യാച്ച് ചെയ്യുന്ന രീതിയിലാണ് മൂവി ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല കോമഡി മൂവിയാണ്. നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന കോമഡീസ് ആണ്. ഞാൻ മൂവിയൊക്കെ കണ്ടിറങ്ങി തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പോണ വഴിക്ക് വരെ ചില കോമഡീസൊക്കെ ഓർത്ത് ചിരിച്ച്, അതേപോലെ നല്ല കോമഡീസ് ആണ്. നല്ല കോമഡി മൂവീസ് ഇഷ്ടപ്പെടുന്നവർ, എക്സ്പെഷ്യലി ഡാർക്ക് കോമഡി അങ്ങനെയുള്ളവർക്ക് ഈ മൂവി പോയി കണ്ട് നന്നായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് വരാവുന്നതാണ്. ഈ മൂവി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യുക. മൂവി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യും. എത്ര പേർക്ക് നമുക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് നോക്കാം. എന്തായാലും അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.